പ്രായം ഇതിന്റെയാണ്. ആ ലോങ് വീഡിയോസ് എടുത്ത് അത്ര ശീലമില്ലാത്തതുകൊണ്ടാണോന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് എടുക്കണ ആരെയും മറക്കും. അതുകൊണ്ട് ഈ വീഡിയോയിൽ പല ഭാഗങ്ങളും ഉണ്ടാവില്ല ഗൈസ്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മൾ 7 പെൺപിള്ളേരും കൂടി ഗേൾസ് റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റേ കണ്ടുപിടിച്ചത്. വീട്ടുകാർ കേട്ടാൽ എന്തായാലും ഞങ്ങൾക്ക് തെറി കിട്ടും. എന്നാലും സാരമില്ല. അങ്ങനെ സ്റ്റേ കിട്ടിയതും നമ്മൾ നേരെ ഓട്ടോ കയറി അങ്ങോട്ട് പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെയുള്ള വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നു. പക്ഷെ ഇതേപോലെ കുന്തളിപ്പിന്റെ കുറച്ച് വീഡിയോസ് ഇരിപ്പുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗേൾസ് മാത്രം ട്രിപ്പൊക്കെ പോയി സ്വരം പറഞ്ഞിരിക്കണത് ഒരു രസമാണെന്നേ. ഇത്ര പ്രായാലും ഒന്നിനൊരു മാറ്റവും ഇല്ല. അന്ന് നൈറ്റിന് ക്ലിഫ് പോവാൻ പ്ലാൻ ചെയ്ത് ഞങ്ങള് അവിടെ കിടന്നുറങ്ങി. പിറ്റേ നേരെ എണീറ്റ് അടുത്തുള്ള ദോശക്കടയിലാ പോയത്. പല്ല് പോലും തേക്കാണ്ടാണ് ഓരോന്ന് വന്നിരിക്കണേ. വിശന്നാ പിന്നെ എന്ത് ചെയ്യാനാണല്ലേ. നമ്മള് ഫുഡും കഴിച്ച് നേരെ റെഡി ആവാൻ പോയി. ഡ്രസ് ഒന്ന് നിവർത്തി കാട്ടിയേ. ഇതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാട്ടോ. അങ്ങനെ സമയമില്ലാത്ത സമയത്ത് വെല്ലവന്റെയും ബാഗിലിരിക്കണ വെല്ലവന്റെയും ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കണ കാഴ്ച നീ കാണണേ. ഏതിലും ഉറപ്പിക്ക നിങ്ങൾ. എന്നിട്ട് പെട്ടെന്ന് ഡ്രസ്സ് മാറി ഡ്രസ്സ് ഇട്. എന്തെങ്കിലും സ്പേസ് ഇല്ല അത്രയും. ഏത് ഇതെവിടുന്ന് പർച്ചേസ് ചെയ്തതാണ്? ലിങ്ക് തന്നെ താഴെ കൊടുക്കാനാ. അനീനയുടെ കഴിഞ്ഞ അനീന ഡ്രസ്സ് മാറിക്കഴിഞ്ഞു. സെറീന ഡ്രസ്സ് മാറുന്നത് കാട്ടിത്തരാ. എന്താടി നമ്മുടെ ചാനലിന് വേണ്ടി എന്തെങ്കിലും ചെയ്യ്. ഏത് എന്തെന്ന് ഇടണേ? അവളുണ്ടെന്നോ? ഇല്ല. നമ്മളപ്പോ റെഡി ആയിട്ട് ഇപ്പൊ വർക്കല ക്ലിഫിലോട്ട് പോണേണ്. അപ്പൊ ഓരോരുത്തരെ കാണിക്കാം. ഓരോരുത്തരെ കാണിക്കാം. ഇവിടെ വന്നോ? ഓക്കെ. സോന ഫിഗർ, സോന പുടുത്താസ്. അടുത്താണ് അനീന. ഹായ്. വർക്കല ക്ലിഫിൽ പോവണ്ടേ? അയ്യോ ആശി എവിടെ? നമ്മളിപ്പോ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂം ഇപ്പൊ ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ ലഗേജ് ഒക്കെ ഇവിടെ വെച്ചിട്ട് പോണേണ്. ഇനിന്ന് പറയുമ്പോ വർക്കല ഫുള്ള് ഞങ്ങൾ കാട്ടിത്തരും. ഞങ്ങൾ എപ്പോ ഇറങ്ങാൻ പോയാലും ഇതേപോലെ മഴയായിരിക്കും. നമ്മള് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ മുതല് ഫുള്ളിങ്ങനാ. ഞങ്ങളൊരു കാടിന്റെ ഇടയിൽ കൂടെ ക്ലിഫ് എത്തി. അങ്ങനെ വർക്കല ബീച്ചിലെത്തി. ഫുള്ള് മഴ കൊണ്ട് ഞങ്ങളിപ്പോ ഡാൻസ് കളിക്കാൻ പോകണം കൈസ് അവരെ കൂടെ. അങ്ങനെ കുറച്ചൊരു ബീച്ചൊക്കെ ആസ്വദിച്ച് നടന്നപ്പോഴാണ് ഇവരെ പരിചയപ്പെട്ടത്. കേരളത്തിലുള്ളവരല്ല, തമിഴ്നാട് നിന്നുള്ളവരാ. നോക്കിയപ്പോ അവര് റീൽസ് കളിക്കണം. അപ്പൊ തന്നെ നമ്മള് 2 സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ സ്റ്റെപ്പ് കണ്ടത്. ഈ സ്റ്റെപ്പ് കയറാനുള്ള സ്റ്റാമിന ഉണ്ടായിരുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ മഴയത്ത് കുളിച്ചതുകൊണ്ട് മുടിയൊക്കെ ഫുള്ള് ഇപ്പൊ കുളിച്ചിറങ്ങിയ പോലെയാണ് ഇരിക്കണത്. പിന്നെ ഒറ്റണത്തിന് സ്റ്റാമിന ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കരച്ചായിരിക്കും നല്ലത്. അങ്ങനെ 2 തള്ളൊക്കെ തള്ളി നമ്മൾ നേരെ സീ വ്യൂ റെസ്റ്റോറന്റിൽ കയറിയപ്പോ തന്നെ നമ്മുടെ കുട്ടി അങ്ങോട്ട് ചെടിച്ചട്ടിയൊക്കെ മറിച്ചിട്ട് അങ്ങനെ ബിജി അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നേരെയൊക്കെ അങ്ങോട്ട് പിറക്കി വെച്ച്. പിന്നെ ഇവിടെ നിന്ന് ഫുഡ് വരാൻ നമ്മൾ നല്ല പോസ്റ്റ് ആയിരുന്നു. ഒരു 1.5 മണിക്കൂറെങ്കിലും പോസ്റ്റ് അടിച്ചിട്ടുണ്ടാവും. മെനു വന്നപ്പോൾ തന്നെ ഇതൊക്കെ ഡിഷ് ഉണ്ടെങ്കിലും നേരെ പോയത് ഫ്രൈഡ് റൈസ് നൂഡിൽസിലേക്കാണ്. റേറ്റ് നമ്മൾ പ്രതീക്ഷ പോലെ നല്ല കത്തിയാണെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ 1.5 മണിക്കൂറത്തെ പോസ്റ്റാണ് നമുക്ക് സഹിക്കാൻ പറ്റാനത്. പിന്നെ കിച്ചന്റെ അവിടെ പോയി പുള്ളിനോട് സംസാരിച്ച് ഒരു കണക്കിനാണ് ഫുഡ് എത്തിച്ചത്. ഫുഡ് വന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല വിശപ്പായിരുന്നു. കഴിച്ചൊന്ന് സെറ്റായി കണ്ടിട്ടാണ് അടുത്ത വീഡിയോ എടുത്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വയറൊക്കെ നിറച്ച് നേരെ റൂമിൽ പോയി. അപ്പൊ നിങ്ങൾ വിചാരിക്കും റൂമിൽ പോയി അവിടെ കിടക്കാനാണോ ട്രിപ്പ് പോയത്? അല്ല ഗൈസ്, നല്ല മഴയായിരുന്നു. നമുക്ക് പ്ലാൻ ചെയ്ത് വേറൊരു സ്ഥലത്തോട്ടും പോകാൻ പറ്റിയില്ല. പിന്നെ നേരെ ഫുഡൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് നൈറ്റിലെ വൈബ് കിട്ടാൻ വേണ്ടി വീണ്ടും ക്ലിഫിലോട്ടാണ് പോയത്. ഞാനും എത്തും കൂടി ഇപ്പൊ ഇവിടെ വന്നേക്കണേണ് വീണാന്. എവിടെ വന്നേക്കണേണ്? എവിടെ വന്നേക്കണേ? വർക്കല പറഞ്ഞേ.
പിന്നീട് അങ്ങോട്ട് ഫുള്ളും പാട്ടും വൈബൊക്കെ ആയിരുന്നു. ഇവിടെ ഡേ ലൈഫിനെക്കാളും സെറ്റ് നൈറ്റ് ലൈഫ് ആണല്ലോ. വീണ്ടും ഒരു സ്ഥലത്ത് കയറി ചുമ്മാ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് സംസാരിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പിന്നത്തെ വീഡിയോസ് ഒന്നും മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല. പ്രായമോയെ അങ്ങനെ നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. എന്തോ ഭാഗ്യത്തിന് നല്ല തിരക്കുള്ള ട്രെയിൻ, നമുക്ക് നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ ബസ്സിലെ കിളി വാതിലോർന്ന് കൊടുക്കണ പോലെയാണ് ഞങ്ങൾ വാതിലോർന്ന് കൊടുത്തോണ്ടിരുന്നത്. അവിടെ നിൽക്കാൻ കിട്ടിയത് തന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതിയത്. പിന്നെ നമ്മൾ ക്ഷീണിച്ച് ഉറക്കമായി. ബാക്കി വീഡിയോസ് ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അപ്പോൾ ബൈ ബൈ.